ഹലോ, എല്ലാവരും വിഷു ആഘോഷിച്ചോ? ഞങ്ങളുടെ വിഷു ആഘോഷം തലേ ദിവസം മുതലേ തുടങ്ങി. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ കമ്പിത്തിരി, മേശപ്പൂ, ചക്ര എല്ലാം കത്തിച്ച് കമ്പിത്തിരിയും പടക്കം എല്ലാം കൊണ്ടുവന്നത് ആങ്ങളെയാണ്. ഇപ്രാവശ്യത്തെ വിഷു അടിപൊളി വിഷു ആയിരുന്നു. കാരണം ഞങ്ങളിവിടെ പടക്കമൊന്നും പൊട്ടിക്കാറില്ലായിരുന്നു. ഈ പ്രാവശ്യമാണ് പടക്കം പൊട്ടിക്കുന്നത്. എല്ലാം ശരിക്കും ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യമാണ്. നല്ല അടിപൊളി വിഷു ആയിരുന്നു. നിങ്ങളുടെ വിഷു എങ്ങനെയായിരുന്നു? നല്ല അടിപൊളി വിഷു ആയിരുന്നോ? മോനാണ് കേട്ടോ മേശപ്പും ചക്രവും എല്ലാം കത്തിക്കണത്. റോട്ടിൽ കൊണ്ടുവച്ചിട്ട് നീക്കി വെച്ചിട്ടാണ് കത്തിക്കണത്. അപ്പോൾ പിള്ളേരെല്ലാം മാറി നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ചെറിയ ചെറിയ സാധനങ്ങൾ കത്തിക്കാൻ കൊടുക്കുന്ന കമ്പിത്തിരി അങ്ങനെയുള്ളതൊക്കെ അവർ അവിടെ നിന്ന് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മേശപ്പും ചക്രവും ഉള്ളതൊക്കെ റോട്ടിലേക്ക് നീക്കി വെച്ചിട്ടാണ് കത്തിക്കണത്. പിള്ളേർ അവിടെ നിന്ന് കമ്പിത്തിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും കണി ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. തലേ ദിവസം തന്നെ കണി വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കണം. പിറ്റേ ദിവസം വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ കണി കണ്ടു. കണി കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി. തൊട്ടടുത്ത് കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അമ്പലത്തിൽ പോയി വന്ന് വിഷു കൈനീട്ടമൊക്കെ കിട്ടി. അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയേക്കാണ്. രാവിലത്തെ ചായക്കുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഉച്ചക്കലത്തേക്കുള്ള സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ രാവിലെ ചായക്ക് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിനുള്ളതും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവിയൽ വേഗം റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവിയൽ വെന്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പം സാമ്പാറിനുള്ള അത് അടുപ്പത്തേക്ക് വെച്ചു. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സാമ്പാറിനുള്ള കാര്യങ്ങൾ റെഡിയാക്കണ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് മാങ്ങയെല്ലാം ഞാൻ എടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് എല്ലാം റെഡിയാക്കി ഞാൻ ചട്ടിയിൽ അടുപ്പത്തേക്ക് കയറ്റി വെച്ചേക്കാണ്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളമൊക്കെ ചേർത്ത് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ മാമ്പഴ പുളിശ്ശേരിക്കുള്ളത് വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പുറത്ത് സാമ്പാറിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നത്. സാമ്പാറിന് എല്ലാ കാര്യങ്ങളും പൊടികളെല്ലാം ചേർത്ത് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ എല്ലാം ഇട്ട് വഴറ്റി അതിനകത്തേക്ക് ഞാൻ കുക്കറിലാണ് പരിപ്പെല്ലാം വേവിച്ച് മറ്റുള്ള സാധനങ്ങളെല്ലാം വേവിച്ച് വെച്ചത്. അത് സാമ്പാറിൻ്റെ തക്കാളിയും വെണ്ടയ്ക്കും വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് സാമ്പാർ റെഡിയാക്കി വെച്ചു. ഇനി മാമ്പഴ പുളിശ്ശേരിക്കുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആ തേങ്ങയിൽ ഞാൻ കുറച്ച് ജീരകവും കുരുമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ട് അരപ്പ് ചേർത്ത് വയ്ക്കുകയാണ്. അരപ്പ് ചേർത്തൊന്ന് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് മോരൊഴിക്കും. മോരൊഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ വറുത്തിടാണ്. ഉലുവയും വറ്റൽമുളകും എല്ലാം ചേർത്ത് വറുത്തിട്ട് കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നത്. ഇപ്പോൾ എല്ലാ കറികളും റെഡിയായി. ഇപ്പോൾ സാമ്പാർ, തോരൻ, അവിയൽ, മാമ്പഴ പുളിശ്ശേരി നല്ല കുറുകി വന്നിട്ടുണ്ട്. ചട്ടിയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കറി വന്നിട്ടുണ്ട്. ഇഞ്ചിക്കറി, മാങ്ങ, പപ്പടം, പിന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. പായസം, ചോറ്. ഇനിയിപ്പോൾ ഗണപതിക്ക് വയ്ക്കാനായിട്ട് പോവുകയാണ്. എല്ലാം വച്ചു. വലിയ സദ്യ ഒന്നും അല്ലാട്ടോ ഉണ്ടാക്കിയത്. ചെറിയ രീതിയിലാണ് എല്ലാം ചെയ്തത്. കാരണം ഓണത്തിനാണ് കൂടുതൽ വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത്. വിഷുവിന് അത്രയും ഉണ്ടാക്കാറില്ല. കുറച്ച് കറികളെ ഉണ്ടാക്കാറുള്ളൂ. ഗണപതിക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിള്ളേരുകൾക്കുള്ള ഊണ് കൊടുക്കാൻ നോക്കുകയാണ്. അവരവിടെ ഇരുത്തി അവർക്കുള്ള ഊണ് കൊടുക്കുകയാണ് കേട്ടോ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം വിളമ്പി കൊടുക്കുകയാണ്. അത് നാത്തൂനാണ്, അമ്മയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഊണ് കഴിക്കുകയാണ്. ഇവരുടെ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങളും ഊണ് കഴിക്കുകയായിരുന്നു. അച്ഛനും ആങ്ങളെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു.